ഫോട്ടോ കാണിച്ചാൽ മതിയോ? മതി മതി. ഓക്കെ 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 ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ആസ്നത്ത്. സാറ് പറഞ്ഞ പോലെ ധനിൽ സാറിന്റെ വൈഫാണ്. ഞങ്ങളൊരു വർഷവും 2 ആഴ്ചയായിട്ടുണ്ട് DXNന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടും. DXNനെ പറ്റി ഞാൻ അറിഞ്ഞിട്ട് 1 വർഷവും 2 ആഴ്ചയായി. ഈ DXNന്റെ ഓഫീസിൽ ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന ടൈമിന് ഞങ്ങൾ ഈ DXNൽ വരുന്നത് ധനിലിന്റെ സർജറിയുടെ ഒരു ഇഷ്യൂ കാരണമാണ്. സർജറി ആഫ്റ്റർ മെഡിസിൻ ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ടെൽമാസിറ്റി, അട്രോവാസ്റ്റിൻ, പിന്നെ എക്കോസ്പിരിൻ ഇതൊക്കെ കഴിച്ചിട്ട് ധനിലിന് ബോഡി ഭയങ്കര വീക്ക് ആയിരുന്നു. പിന്നെ സർജറി കഴിയുമ്പോൾ അറിയാലോ, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് കഴിയുമ്പോൾ ഒരു വ്യക്തി എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പെയിനും പിന്നെ ഈ മെഡിസിന്റെ സൈഡ് എഫക്റ്റും ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ആളും ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനും ആ സമയത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധനിലിന്റെ ഈ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ DXNലോട്ട് കടന്നു വരുന്നത്. ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് പ്രിൻസ് എന്ന് പറയുന്ന സാറാണ്. ഞങ്ങൾ അവിടെ വന്നു. ഞാനാണ് ധനിലിനെ വണ്ടി ഓടിച്ച് അവിടെ ഓഫീസിൽ എത്തിച്ചത്. അവിടെ വന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അപ്പം ഞാൻ ആ സർജറിയുടെ സമയത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ട് ഈ സാധനം എനിക്ക് പറഞ്ഞു തന്നു. ആണെന്ന് പറഞ്ഞാലും ഒരു സാധനം നമ്മൾ ആദ്യം എടുക്കുമ്പോ അത് കേൾക്കുമ്പോ ഈ സാധനം എന്തെങ്കിലും കഴിച്ചിട്ട് ഇനിയും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്നുള്ള ഒരു പേടി കൊണ്ടിട്ടാ ഈ ധനിലിന് യൂസ് ചെയ്യാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിന്ന് ഞാനും യൂസ് ചെയ്തു. കാരണം എന്തെങ്കിലും ധനിലിന് സംഭവിച്ചാൽ അത് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആ ഒരു മൈൻഡോടുകൂടിയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ധനിലിന് ഇത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ധനിൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും ആ സമയത്തിന് എനിക്കൊരു പേടി, ഇത് എന്തെങ്കിലും കഴിച്ച് ധനിലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കണം. അപ്പൊ ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് ആ സമയത്തിന് എനിക്ക് അത്യാവശ്യം എനിക്കൊരു 64 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഹൈറ്റ് പൊതുവെ കുറവാണ്. എനിക്ക് 150 സെന്റിമീറ്ററേ ഹൈറ്റ് ഉള്ളൂ. അപ്പൊ അതിന് വെച്ചിട്ട് മാക്സിമം 50 കിലോ ആ ഒരു വെയിറ്റേ പാടുള്ളൂ. അതിനിടയ്ക്ക് ഈ 10-16 കിലോ വെയിറ്റ് എനിക്ക് കൂടുതലാണ്. അപ്പൊ ഈ വെയിറ്റ് കൂടുതലും ആയിരുന്നു. പീരീഡ്സ് ഒന്നും ആവത്തില്ലായിരുന്നു. ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് പീരീഡ്സ് ഒക്കെ ആവുന്നത്. അതേപോലെ തന്നെ കണ്ടിന്യൂസ്ലി 6 മാസം 7 മാസം ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിക്കും. എന്നിട്ട് അവര് ഒരു 21 ദിവസം ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇങ്ങനെ കഴിക്കാനുള്ള ഒരു മെഡിസിൻ തരും. അത് കഴിക്കുമ്പോൾ ആവും. അത് കഴിയുമ്പോൾ പിന്നെയും അതേപോലെ തന്നെ. അപ്പൊ ഇങ്ങനെ തന്നെ മരുന്ന് കഴിച്ചാൽ മാത്രമാവും. അപ്പൊ ഈ ഹോർമോണിന്റെ മരുന്നാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഹോർമോണിന്റെ മെഡിസിൻ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് വണ്ണം വെക്കാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ബോഡി വെയിറ്റ്, അപ്പൊ വെയിറ്റ് കുറയ്ക്കണം, വർക്കൗട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് സിസേറിയൻ കഴിഞ്ഞ ഒരു 9 മാസം 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വെയിറ്റ് ഒന്നും കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ലാസ്റ്റ് തിരുമല് ചികിത്സയൊക്കെ നടത്താൻ വേണ്ടി അങ്ങനെ കുറെ 10-45,000 രൂപ കൊടുത്ത് തിരുമലും പിന്നെ കിഴി വെക്കലും പിന്നെ ആവിയിൽ വെച്ച് പുഴുങ്ങല് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഡോക്ടർ മദ്രാസിൽ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഇതേപോലെ ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ട് അതും ഫെയിലായി. ലാസ്റ്റ് ഞാൻ ഈ പരിപാടിയെല്ലാം ഉപേക്ഷിച്ചു. അന്നേരമാണ് ധനിലിന്റെ സർജറി കേസ് വരുന്നത്. അത് കഴിഞ്ഞ് ധനിലിന്റെ മെഡിസിന് വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിച്ചു. അപ്പൊ ഉപയോഗിച്ചിട്ട് എനിക്ക് അതിന്റെ തലേ മാസം വരെ മെഡിസിൻ എടുത്തിട്ടാണ് പീരീഡ്സ് ആയത്. എന്നെങ്കിൽ കൂടിയും ആ മാസം 2 പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ട്രിപ്പ് ഒക്കെ ഇട്ട് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് ഈ യൂസ് ചെയ്യുന്നതിന്റെ തലേ മാസം അതിന് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഭയങ്കരമായിട്ട് പെയിൻ ആയിരുന്നു പീരിയഡ്സ് ടൈമിന്. ആകുന്നത് വല്ല കാലത്താണ്, ആയിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സഫർ ചെയ്ത് ഈ സാധനം യൂസ് ചെയ്ത് ആ മാസം മുതല് എനിക്ക് പീരിയഡ്സിന്റെ പ്രശ്നങ്ങള്, വേദന, അപ്പം വേദനകളൊക്കെ മാറാൻ തുടങ്ങി. പിന്നെ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് കാല് താഴത്ത് കുത്താനേ പറ്റില്ല. ഭയങ്കര വേദനയായിരുന്നു. ഞാൻ പതിയെ ആണ് കിച്ചൺ വരെ എത്തിയ. കുറച്ചു നേരം കഴിഞ്ഞ് കിടക്കുമ്പോ എനിക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു 10-15 മിനിറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബലം പിടിച്ച് ശ്വാസമൊക്കെ പിടിച്ചാണ് ഞാൻ എഴുന്നേറ്റോണ്ടിരുന്നത്. എനിക്ക് അത്രയ്ക്കും ബോഡി പെയിൻ ആയിരുന്നു. സർജറി ആയതുകൊണ്ട് നമ്മുടെ നട്ടെല്ലിന് വെക്കുന്ന ഇഞ്ചക്ഷൻ ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ
മറികടന്നത് എനിക്ക് ഈ ഡിഎക്സ്ന്റെ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷമാണ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. ആദ്യത്തെ ആഴ്ച തന്നെ എന്റെ കാലുവേദന, മുട്ടുവേദന, കാലുവേദന, നടുവേദന ഈ ഒരു വേദനകളിൽ നിന്നെല്ലാം എനിക്ക് ഒരു റിക്കവറി ആയി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പത്തേക്കും ഞാന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡോക്ടറിന്റെ അടുത്ത് ഇങ്ങനെ വെറുതെ പോയി. അപ്പൊ ഞാൻ എപ്പോഴും പോകാറുള്ള ഒരു ഹോമിയോ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഹോമിയോ ഡോക്ടർ എന്നോട് ചോദിച്ചു, "അസ്നത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണുണ്ടോ? കഴിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നുണ്ടോ?" എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, "ഡോക്ടർ അതെന്താ?" അപ്പൊ അതുവരെ എനിക്ക് വന്ന മാറ്റം ഞാൻ അത്രയ്ക്ക് വേദനകൾ മാറിയെന്നല്ലാതെ എനിക്ക് ബോഡിയിൽ ചേഞ്ച് വന്നതായിട്ട് ഞാൻ അത്ര അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, "അതെന്താ ഡോക്ടറെ?" "അല്ല ഫുഡ് ഡയറ്റ് ചെയ്യുന്നുണ്ടാ? അപ്പൊ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. വണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നേരത്തേനത്തെക്കാളും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട്." അപ്പൊ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഒരു സ്പെഷ്യൽ കോഫി ഞാൻ കുടിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും" എന്ന് പറഞ്ഞിട്ട് അന്ന് കൂടുതൽ പുള്ളീനോട് പറയാൻ നിന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പം അത് കഴിഞ്ഞ് ഞാൻ റെഗുലർ എക്സർസൈസും വർക്കൗട്ടും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ചെറിയ വർക്കൗട്ട് ഒക്കെ ചെയ്യും. നടക്കാൻ പോവാറുണ്ട്. അതിന്റെ കൂടെ തന്നെ രാവിലെ കോഫി കഴിക്കാൻ തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സാറൊക്കെ ക്ലാസ് എടുത്തപ്പോഴത്തേക്കും രാജീവ് സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ട് ആരൊക്കെയോ 30 സ്പൈറലിന കഴിക്കണതും ഒക്കെ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയി. ഞാൻ എന്ത് ചെയ്ത് രാവിലെ 10 സ്പൈറലിന, ഉച്ചയ്ക്ക് 10 സ്പൈറലിന, വൈകുന്നേരം 10 സ്പൈറലിന ഇങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങി. ലാസ്റ്റ് സ്പൈറലിന കുറയാൻ തുടങ്ങിയപ്പോ ധന്യലിന്റെ കയ്യിന്ന് വഴക്ക് കേൾക്കുന്ന് പറഞ്ഞപ്പോ ഞാൻ നൈസ് ആയിട്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്യും. ധനിൽ അടുത്ത ബോട്ടിൽ വാങ്ങിക്കുമ്പോ പിന്നെയും ഞാനിത് ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. പീരീഡ്സ് ആവാണ്ടിരുന്ന ആ ഒരു പ്രശ്നം മാറി. ഇങ്ങനെ എല്ലാ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാറി. അങ്ങനെ എല്ലാത്തിനകത്തുനിന്നും ഞാൻ റിക്കവറി ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ സ്പൈറലിന കഴിക്കാൻ തുടങ്ങി. അപ്പൊ പീരീഡ്സ് ടൈമിന് വേദന ഉള്ളതുകൊണ്ട് സാറൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു അതിന്റെ വേദനയ്ക്കൊക്കെ നോനി നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ധനിൽ എനിക്ക് നോനി വാങ്ങിച്ചു തന്നു. നോനിഷി നന്നായിട്ട്. അപ്പം നോനിഷിയുടെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ കുടിക്കുമ്പോഴത്തേക്കും എന്റെ അനിയത്തിമാര് ഇതൊക്കെ എങ്ങനെ കുടിക്കണെടി എന്ന് ചോദിക്കും. കാരണം അതിന്റെ സ്മെൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ സാധനം കഴിച്ചിട്ട് എനിക്ക് റിസൾട്ട് വന്നതുകൊണ്ട് ഞാനിത് കുപ്പിക്കണക്കാണ് അതെടുത്ത് കമത്തി ഞാൻ കുടിക്കുന്നത്. അത് അത്രയ്ക്കും എനിക്ക് എന്റെ ലൈഫിന് ഞാൻ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ട് ഈ സാധനം എനിക്കതൊന്നും അല്ല. ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സുഖമാണ്. അപ്പൊ അങ്ങനെ നോനിഷി കഴിക്കാൻ തുടങ്ങി. സ്പൈറലിന, ആർജിയും ജിഎല്ലും കഴിക്കാൻ തുടങ്ങി. പിന്നെ 3 in 1 കോഫി. പിന്നെ ഇപ്പം ലയൺസ് മെയിൻ കഴിക്കുന്നുണ്ട്. കോഡിസെപ്സ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഇത് ഇത്രയും ഞങ്ങള് കഴിക്കുന്നുണ്ട്. അപ്പൊ എന്നാ ഇപ്പൊ നന്നായിട്ട് ഫുഡ് കഴിക്കും. ചില സമയമൊക്കെ 6 നേരം വരെ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്. അത്രയും കഴിക്കാൻ പാടില്ല. അന്നാ പോലും കഴിച്ചിട്ടും എന്റെ ശരീരത്തിൽ അതും കൊണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ടോ ദോഷങ്ങളോ ഒന്നും വരാണ്ട് അത്രയ്ക്കും എന്റെ ഓക്കെ ആക്കി. അതായത് ഈ ഡിഎക്സിന്റെ പ്രൊഡക്റ്റ്. ഇങ്ങനെ ഞാൻ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഞാൻ അത്ര വണ്ണം വെച്ച് വയറൊക്കെ ഭയങ്കരമായിട്ട് ചാടിയായിരുന്നു ഇരുന്നേറ്റത്. അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുമായിരുന്നു, "പ്രഗ്നന്റ് ആണോ? പ്രഗ്നന്റ് ആണോന്ന്?" അപ്പൊ ആ പ്രഗ്നന്റ് അല്ലാണ്ട് നമ്മളോട് ഒരാൾ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഞാൻ മാക്സിമം വയറ് ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിച്ച് ശ്വാസമൊക്കെ പിടിച്ച് നിൽക്കും കുറച്ച് നേരമൊക്കെ. എന്നിട്ട് ഞാൻ വിടും. അവര് മാറിക്കഴിയുമ്പോ. അപ്പൊ ഏതൊരു ഫോട്ടോ എടുത്ത് ഞാൻ മാക്സിമം ഫോട്ടോ എടുക്കാൻ നിക്കാറില്ലായിരുന്നു. കാരണം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും. ഞാൻ ധന്യലിന്റെ കൂട്ടത്തില് സെൽഫി മാത്രമേ എടുക്കുള്ളൂ. തലയും ഷോൾഡറിന്റെ മോളിലോട്ടുള്ള അത് മാത്രമേ കാണൂ. കാരണം താഴോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കും പ്രഗ്നന്റ് ആണോ. അത്രയ്ക്കും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. ആ സമയത്തിന് ഈ സാധനം എനിക്ക് കിട്ടി. ഞാൻ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. എന്നോട് ഇങ്ങോട്ട് എന്റെ കൂട്ടുകാര് ചോദിക്കാൻ തുടങ്ങി. അസ്നത്ത് എന്താ ഉപയോഗിക്കുന്നത്? അത് കഴിഞ്ഞ് ഞാനൊരു 4 മാസം 3.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഡോക്ടർ ബദ്രാസിലെ ഡോക്ടറിനെ കാണാൻ വേണ്ടി ജസ്റ്റ് പോയി. പോയ സമയത്തിന് ആ ഡോക്ടറിന്റെ അടുത്ത് അപ്പം എനിക്ക് നേരത്തെ അവിടെ കാണിച്ചോണ്ടിരുന്നത് കൊണ്ട് ഡോക്ടറിനെ കാണിക്കാൻ പോയിട്ട് അവിടെ നേരത്തെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര ടൈമിന്. അപ്പൊ ഡോക്ടർ അവിടെ വന്നു. അപ്പൊ ഞാൻ പുതിയ ആളാണെന്ന് വിചാരിച്ച് എന്റെ അവിടെ കൊണ്ട് അവര് പേപ്പറൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, "അയ്യോ ഞാൻ പുതിയതായിട്ട് വന്നതല്ല. ഞാൻ നേരത്തെ വന്നതാ." അപ്പൊ പറഞ്ഞു, "മാഡത്തിന്റെ പേരെന്താ?" ഞാൻ പറഞ്ഞു, "അസ്നത്ത്." അപ്പൊ അവരിങ്ങനെ അടിമുടി ഒരു നോട്ടം. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ്, "എന്നാ ഒരു കാര്യം ചെയ്യ്. വെയിറ്റ് ചെയ്യട്ടാ മാഡം" എന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഡോക്ടറിനോട് അവര് പറയാ, "അസ്നത്താണെന്നും പറഞ്ഞ് ഒരു മേഡം വന്നിട്ടുണ്ട്. പക്ഷെ അസ്നത്ത് അല്ല അത്. വേറെ ഏതോ ഒരു ആളാണെന്ന്." അപ്പൊ എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ ഇങ്ങനെ
ഞാൻ ഡോറ് തുറന്ന് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ എന്തോ കണ്ട പോലെ ഇങ്ങനെ അടിമുടി നോക്കുവാണ്. ഞാൻ പറഞ്ഞെ, ഹലോ ഗുഡ് മോർണിംഗ് മാഡം" എന്നൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടർ ഗുഡ് മോർണിംഗ്" എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുവാ. അന്നേരം ഞാൻ ചോദിച്ച്, "എന്താ ഡോക്ടറെ ഇങ്ങനെ നോക്കണേ?" "അല്ല, ഇവിടെ അറ്റൻഡർ വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞേ, അസ്നത്താണെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അസ്നത്തല്ല, വേറെ ഏതോ ഒരു ലേഡിയാണ് വന്നേക്കുന്നതെന്ന്" പറഞ്ഞു. പറഞ്ഞു, "ഇല്ല ഡോക്ടറെ, ഞാൻ അസ്നത്ത് തന്നെയാണ്." കാരണം അത്രയ്ക്കും ചേഞ്ച് ആയി. എന്റെ എല്ലാം കൊണ്ടും ഞാൻ ചേഞ്ച് വന്നപ്പോഴത്തേക്ക് അവർക്ക് പോലും 3 മാസം മുമ്പ് എന്നെ കണ്ട ഒരാൾക്ക് 3 മാസം കഴിഞ്ഞപ്പോ എന്നെ കണ്ടിട്ട് എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ എന്റെ അടുത്തുള്ള നെയ്ബേഴ്സ് വീട് മാറി പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5, 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവരെ കണ്ടിട്ട് ഞാൻ ഹായ് കാണിച്ചപ്പോ എന്നോട് ചോദിക്കാ ആരാന്ന്. കാരണം അത്രയ്ക്കും എന്നെ കണ്ടിട്ട് ചേഞ്ചാ. അങ്ങനെ കഴിഞ്ഞ വർഷം എന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ വർഷം ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ അയൽവക്കത്തുള്ള ആൾക്കാർക്ക് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും ചേഞ്ചായി. അപ്പൊ ഈ ചേഞ്ച് ആവാൻ എല്ലാം കാരണം ഡിഎക്സ്ന്റെ പ്രൊഡക്റ്റാ. എന്നെ ആ ഒരു പഴയ അസ്നത്തിൽ നിന്ന് എന്നെ വേറെ ഒരു പുതിയ അസ്നത്താക്കി ഡിഎക്സ്ന്റെ പ്രൊഡക്റ്റ് തന്നെ മാറ്റി. ഇതേപോലെ ഒരുപാട് ആൾക്കാര് പീരിയഡ്സിന്റെ പ്രശ്നമായിട്ടും അതേപോലെ തന്നെ ഈ വണ്ണം ഉള്ള ബുദ്ധിമുട്ടായിട്ട് ഒക്കെ ഭാരപ്പെടുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാ ഇത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ്. മാക്സിമം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അതെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എന്നിലെ മാറ്റം കണ്ടിട്ടാണ് ഇപ്പം എന്നോട് ആൾക്കാര് എന്തുവാ കഴിക്കുന്നത്? എന്താ ചെയ്യുന്നത്? ഇന്നും ഞങ്ങടെ വീട് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറണോന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മാറാൻ വേണ്ടി വേറൊരു വീട്ടിൽ പോയി. അപ്പൊ ധനിലിനെ ധനിലിന്റെ ഫ്രണ്ടാണ് കൂട്ടത്തിൽ പഠിച്ച. ജസ്റ്റ് ആ പുള്ളി എന്നോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ആദ്യം കഴിഞ്ഞ ആഴ്ച വന്നപ്പോളേലും ഈ ആഴ്ച ഞാൻ പിന്നെയും ചേഞ്ച് ആയി. അപ്പം ധനിലിനോട് ചോദിക്കാ, "അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്ന കുട്ടി തന്നെയാണോ ഇപ്പൊ വന്നേക്കുന്നേന്ന്?" അപ്പൊ ഓരോ സമയത്തും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നമ്മളെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം മാക്സിമം നമ്മൾ ഈ സാധനം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം നമ്മളിൽ വരുന്ന മാറ്റങ്ങള് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിലും അത് നമ്മളെ കയറ്റും. കാരണം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളിലും മാറ്റം വരുമ്പോഴാണ് മറ്റുള്ള ഒരാള് നമ്മളോട് ചോദിക്കുക, "എന്താണ് നീ ഉപയോഗിക്കുന്നത്? അല്ലെ നീ എന്തുകൊണ്ട് ഇങ്ങനെ മാറി?" ആ ഒരു മാറ്റം നമ്മുടെ പൈസയെ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിലും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ വളരാനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ മാക്സിമം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.